സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ. തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ. സുറുമയെഴുതിയ മിഴികളെ ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ. ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ. നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ. അക്ഷയ്, ബാബുക്കയുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? ഭയങ്കര സിമ്പിൾ ആയിട്ട് പാടി, ടെൻഷൻ ഒന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല, ഇന്ന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഓക്കെ, ചോദിക്കാം നമുക്ക്. ശരത് സർ, എന്താ പറഞ്ഞു എന്നെ വിളിച്ചത്? സർ, അക്ഷയുടെ പാട്ട് കഴിഞ്ഞു. സർ അവിടെ സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് പോകാമായിരുന്നു. ആണോ? നിന്നോട് വീട്ടിൽ പോക്കോളാൻ പറഞ്ഞു. എന്താ ഞാൻ പറയണം? ചക്കരെ, പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. സർ, മൂവി ഖദീജ, മ്യൂസിക് MS ബാബുരാജ് സാർ, പാടിയത് KJ യേശുദാസ് സാർ, ലിറിക്സ് യൂസഫ് അലി കേച്ചേരി സാർ. എന്തൊരു പാട്ടാണ്! പ്രണയം എന്നൊക്കെ പറഞ്ഞ ആ ട്രൂ ലവ് കുത്തി നിറച്ച് വെച്ചേക്കാണ് പാട്ട് നിറയെ. ലിറിക്സ് ആണെങ്കിലും അതിന് കൊടുത്തേക്കുന്ന സംഗീതമാണെങ്കിലും നമ്മുടെ പെരിയ തലൈവർ പാടിയതാണെങ്കിലും ഒരു നിവൃത്തിയില്ല. ഞാൻ ഷാനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അത് എന്ത് തേൻ പുരട്ടിയ മുള്ളുകൾ! അത് മുള്ളുകളാണെന്നുള്ളത് അറിയാം, എന്നാലും തേൻ പുരട്ടിയിട്ടുണ്ട്. ഇത് എന്ത് രസമാണെന്നുള്ള എഴുത്ത് ഒരു നിവൃത്തിയില്ല. അപ്പോൾ എല്ലാവർക്കും പ്രണാംസ്, വേറൊന്നും പറയാനില്ല. നന്നായിട്ട് പാടി. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു മൊത്തത്തിലൊരു പേടി, ഒരു വിറവൽ പേടിച്ച് ആ ഒരു പേടിയില്ലാതെ കുറേ കൂടെ നല്ലതായിരുന്നു.
കാരണം നന്നായിട്ട് പാടുന്ന ഒരു ചെക്കനാ നീ, പിന്നെ ഞാൻ ഇവിടെ പേടിക്കുന്നത്. അറിയില്ല സാർ, ഞാൻ ഈ കാരണം അറിഞ്ഞുകൂടാത്ത ഒരുത്തന്നെ കമന്റ് പറയാനാണോ നീ എന്നെ ഫോൺ ചെയ്തത്? അങ്ങനെയല്ല സാർ. എടാ എന്തെങ്കിലും പറയണം. എന്തെങ്കിലും പറയടാ. അത് ഫോൺ വെച്ചിട്ട് പോകും ഇപ്പൊ. ഞാൻ വെച്ചിട്ട് അല്ല സാർ, എന്താ പറയാ, ഐ ലവ് യുടാ. ഐ ലവ് യു ടു സാർ. മതി. ശരി, സൂര്യകാന്തി പൂക്കളെ ഒന്ന് വൃത്തിയായിട്ട് പാടും. ഇവരൊക്കെയാണ്. അതെ അതെ, സൂര്യകാന്ത്. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ അതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി, നല്ല സ്വസ്ഥമായിട്ടൊരു ക്ലാരിറ്റിയോടെ ഒന്ന് പാടിക്കും. പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി. എടാ ചക്കരെ, സൂര്യകാന്തി സൂര്യകാന്തി പൂക്കളെ പൂക്കളെ പൂക്കളെ. അതൊക്കെ വരട്ടെ, കേക്കട്ടെ. സ്റ്റാർട്ട് ചെയ്യുന്ന നോട്ട് ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ. അങ്ങ് ഒഴുക്കി വിട്. ജാലമെറിയുവതെന്തിനോ. ഓ, കഷ്ടപ്പാടും ദുരിതവുക. പിന്നെ തേൻ പുരട്ടി, അതൊന്ന് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടോ, അത് പാടാ. തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ. അതെല്ലാം ആ ഫാമിലിയാണ് കേട്ടോ, നോ അല്ല. ഇതേ ഉള്ളു ഈ പേടി കാരണമാണ്. അതുകൊണ്ട് അത് അത്രയ്ക്ക് അങ്ങോട്ട് നിനക്ക് പാടി അങ്ങോട്ടൊരു ഗും വരാത്തത്. പക്ഷെ നന്നായിട്ട് തന്നെ പാടും. ഓക്കെ സർ, ബൈ 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 ബൈ. ഹലോ ചേച്ചി. ഹലോ പാറു, അക്ഷര പാട്ട് കേട്ടില്ലേ? കേട്ടു. അപ്പൊ ശരത് സാറിന്റെ ജഡ്ജ്മെന്റ് കഴിഞ്ഞു, ഇനി അടുത്ത ചേച്ചിയാണ്. ആണല്ലേ? അക്ഷയ് ഹലോ. ഹായ് ചേച്ചി. പാട്ടൊക്കെ കൊള്ളായിരുന്നു കേട്ടോ അക്ഷയ്. കേട്ടോണ്ട് ഒന്നും മനസ്സിലായില്ല. വളരെ 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 നന്നായിരുന്നു അക്ഷയ്. താങ്ക് യു ചേച്ചി. എനിക്ക് ശരത് സാറിന്റെ കോള് കോൺഫറൻസിൽ കണക്ട് ആയില്ല, അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും കേൾക്കാൻ പറ്റിയില്ല അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു എന്ന്. നന്നായി മോനടാ, നന്നായി പാടി. താങ്ക് യു ചേച്ചി. എനിക്ക് ഈ പാട്ടുകളൊക്കെ ശരിക്കും ഐക്കോണിക് സോങ്സ്, ക്ലാസിക്സ് ആണ്. നമ്മുടെ മലയാളികൾ എപ്പോഴും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു പാട്ടുകാരനെയോ പാട്ടുകാരിയെയൊക്കെ വിലയിരുത്തുന്ന പാട്ടുകളാണ് ഇതൊക്കെ. അപ്പം അത്ര മനോഹരമായിട്ട് പാടാൻ സ്കോപ്പ് ഉള്ള ഒരു പാട്ട് കൂടിയാണ്. മോൻ അസലായിട്ട് പാടി. പക്ഷേ ഈ പറഞ്ഞ ഒരു ബ്രെത്തിന്റെ പ്രോബ്ലമാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ വരി അവസാനിക്കുമ്പോഴത്തേക്ക് ആ സംഗതികളൊന്നും അവിടെ തെളിയുന്നില്ല, അത് കട്ടായി മുറിഞ്ഞു പോന്നു. എല്ലാ വരിയും ഞാൻ എല്ലാം നോട്ട് ചെയ്തിരിക്കുന്ന വരികൾ ആ ഫിനിഷിംഗ് ആണ്. നോ, ബൂം, റൂം, ഇങ്ങനെ കുറെ ഫിനിഷിങ്സ് ഇല്ലേ? എല്ലാത്തിന്റെ ഫിനിഷിങ്ങും കേൾക്കുന്നില്ലടാ. അതൊന്ന് കുറച്ചുകൂടി ഒന്ന് ശ്വാസം ഒന്ന് ഉഷാറാക്കിയാൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. അല്ലാതെ അസലായിട്ട് പാടി. ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു വോയിസിൽ. ഇനിയും അത് ശരിയാക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു. ഹലോ, ബൈ ബൈ അക്ഷയ്. ശരി, ബൈ, ടാറ്റാ. പാറു, എന്നെ കട്ട് ചെയ്തിട്ടില്ല നീ? ഇല്ല, കട്ട് ചെയ്തു. ഇപ്പോഴും കിടക്കുന്നൊരു ഫോൺ വെക്കോ സർ? ഒന്ന് കട്ട് ചെയ്തിട്ട് പോകുന്നുണ്ടോ? ഓക്കെ. ഹലോ ഷാനിക്ക. ഹലോ, ഷാനിക്ക ലൈൻ കിട്ടുന്നില്ലല്ലോ. ലൈൻ അടിക്കാനുള്ള നേരെ ഉള്ളൂ, ലൈൻ എടുക്കാനുള്ള ടൈം ഇല്ല. ഷാനെ ലൈൻ എടുക്കടേ. ഹലോ ഷാനിക്ക, വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു.
എന്ത് പറ്റി? എന്തുപറ്റി? ലൈൻ ബിസി ആയിരുന്നു നമ്മളെ. അല്ല ഒന്നും ടൂട്ട് പോലും കേൾക്കുന്നില്ലായിരുന്നു. ടൂട്ട് പോലും കേൾക്കത്തില്ല. കേൾക്കുന്നില്ല. അത് വേറൊരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കത്തി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ വെക്കുന്നുമില്ല. എന്തൊരു കഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഓക്കെ ഷാനിക്ക, ബിസി അല്ലെങ്കിൽ നമ്മുടെ അക്ഷയുടെ പാട്ടിന്റെ അക്ഷയുടെ പാട്ടിന്റെ ജഡ്ജ്മെന്റിന്റെ സമയമായോ? ഓ അതെ അതെ. ഓക്കെ. ഏതായിരുന്നു അക്ഷയ് പാടിയത്? അക്ഷയ് ഇക്ക തർക്കടില്ലാതെ പാടി. താങ്ക് യു ഇക്ക. എനിക്ക് ഫീൽ ചെയ്തത് ഈ പറഞ്ഞ പോലെ എന്താണ്, പേടിയാണോ ടെൻഷനാണോ എന്താ. ഇപ്പം ടെൻഷൻ ഇല്ലായിരുന്നു, പേടിയില്ലായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ ത്രൂ ഔട്ട് ദ സോങ് ഒരു വിബ്രാട്ടോ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഫീൽ ആവാമായിരുന്നു. എനിക്ക് ബേസിക്കലി തോന്നിയൊരു കാര്യം, കാരണം ഒരു അന്യായ കമ്പോസിഷൻ കുറച്ചുകൂടെ ഫീൽ ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയടാ. ഓക്കെ ഇക്ക. ടൈംലെസ് ലവ് സോങ്സ് ആണ്. എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും വെറുതെ ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീഴ്ത്താൻ പറ്റിയ പാട്ടുകളാണ് ഇതൊക്കെ. അതാണ് അപ്പൊ ഈ പാട്ട് കഴിഞ്ഞ ഉടനെ ഫോൺ ബിസിയായത്. എല്ലാവർക്കും ഞാൻ അവനെ ഒന്ന് സമാധാനിപ്പിച്ചോട്ടെ മനുഷ്യ. എന്നെ വല്ലാതെ തെറ്റിദ്ധരിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ അതാണ് ബേസിക്കലി ഫീൽ വേണം. അത്ര. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഷാനിക്ക, താങ്ക് യു. ബൈ. ഓക്കെ മോളെ, ബൈ. വേറെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ബൈ. ഓക്കെ മാർക്സ് ചോദിക്കാം. ശരത് സർ, എന്തോ എത്രയാണ് അക്ഷയുടെ മാർക്ക്? അക്ഷയ് സർ, നീ എത്ര പ്രതീക്ഷിക്കുന്നു? സത്യസന്ധമായി പറയും. ഞാൻ എഴുതിയിട്ടുണ്ട്, അതേ പറയത്തുള്ളൂ. എന്നാലും പറയും, എത്ര ആയിരിക്കും? ഒരു 8.5. അത്രയ്ക്ക് അഹങ്കാരം മൂന്ന്. അയ്യോ പറഞ്ഞ ആഗ്രഹമല്ലേ സാർ? സാറല്ലേ ചോദിക്കാൻ പറഞ്ഞു? വെറുതെ ചോദിച്ചത്. ചോദിക്കാൻ പറഞ്ഞു. അല്ല ശരി, സാറല്ലേ പറയാൻ പറഞ്ഞു. 8.7 മാർക്സ്. താങ്ക് യു സർ. അതാണ് ശരത് സാർ, ചോദിച്ചാലും കൂടുതൽ തരും. ഷാനിക്ക. ഹലോ. ഷാനിക്ക, എന്താ മോളെ? അക്ഷയുടെ മാർക്ക് കൂടെ, സോറി അത് അറിയണ്ട്, കട്ടായി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് എന്നെ വിളിക്കരുത്, ഞാൻ ബിസി ആണെന്നുള്ളത്. ക്ഷമിക്കണം. മാർക്ക് മാർക്ക്. ഓക്കെ. എന്ത് ചെയ്യാണാവോ? ഈ പാട്ട് സെൻഡ് ചെയ്യുവോ എല്ലാവർക്കും? ഇങ്ങനെ കോൺഫറൻസ് കോൾ ഉണ്ട്. എന്താ നിന്റെ ഉദ്ദേശം? എന്താ? സോറി സാർ. ശരത് സാർ, നീ എന്നെ വിളിക്കുന്നത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ്? എന്താണ് പാടും? അല്ല സാർ, ഷാനിക്ക സോറി. ശരത് സാർ, ഈ സമയത്തൊക്കെ ഷാൻ എന്താ ചെയ്യുന്നെന്നുള്ളത് എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാ വെക്കായിരുന്നു. ശരത് സാർ കോള് കട്ട്. ഈ മനുഷ്യനോട് സംസാരിച്ചോണ്ടിരിക്കുക. അത് എന്തിനാ? ഓക്കെ. അക്ഷയ്, ഇക്ക. അക്ഷയ്ക്ക് ഞാൻ തരുന്നു 8.6. താങ്ക് യു ഇക്ക. ഇപ്പോഴും നീ ആഗ്രഹിച്ച മാർക്ക് കിട്ടിയില്ല നിനക്ക്. അല്ല, 8.5. ഫോണ് പാറന്റെ ചെവിയില്ല, ഉത്തരം പറഞ്ഞ അവന്. നീ മിണ്ടാണ്ടിരിക്കുക. ഞാൻ ഓക്കെ. ലൗഡ് സ്പീക്കറിലായിരുന്നു. ഓഹോ, ഞാൻ സ്പീക്കർ ലൗഡ് സ്പീക്കറിലിട്ട് ഇങ്ങനെ പിടിക്കണേ. അതാ. ഹലോ പാറു, പണ്ടത്തെ സർ. മഞ്ജരി ചേച്ചി, ഞാൻ മാർക്സ് ഇടട്ടെ? മാർക്സ് എനിക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല, കാരണം ഗാന കൂടെ എന്റെ കയ്യിലുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അക്ഷയന്റെ മാർക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. ശരി ചേച്ചി. ഓക്കെ, താങ്ക് യു. അപ്പൊ അക്ഷയ്, ജഡ്ജസ് പറഞ്ഞ മാർക്ക് വെച്ചിട്ട് നിനക്ക് ടോട്ടൽ 17.3. ഓക്കെ ഓക്കേടാ.